ഹായ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇന്ന് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ എന്തെങ്കിലും സാധനം വന്നാൽ അൺബോക്സ് ചെയ്യാൻ രണ്ടാളും തിരക്കൂടലാണ് കേട്ടോ. അപ്പോൾ ഒരു സ്കൂൾക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം അൺബോക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു അതിനൊരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേനോ, 2-3 ദിവസം മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൾപേപ്പർ ഓർഡർ ചെയ്തിരിക്കണ്. അപ്പം അത് അൺബോക്സ് ചെയ്യണം കേട്ടോ. രണ്ടാൾ മാത്രമല്ല, ജെനുമോനും ഇതാ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓന് മുട്ടത്തി വന്നപ്പോഴേക്കും വല്ല അത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അപ്പം അതാ രണ്ടെണ്ണമുള്ള സെറ്റാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിനിയത്. അപ്പം ഇന്ന് ഇതൊട്ടിക്കലും കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ മക്കളെയൊക്കെ പറഞ്ഞയച്ച് വേഗം ചോറും കറിയൊക്കെ തട്ടി പടിഞ്ഞ് റെഡിയാക്കിയിട്ടാണ് ബാക്കി നമ്മുടെ ക്ലീനിങ് പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഈ ഷീറ്റ് കൂടി മാറ്റാനായിക്കണമെങ്കിൽ നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് എന്നാൽ അതങ്ങോട്ട് ഒട്ടിച്ചു തുടങ്ങിയാലോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ കുറച്ച് മാറാലുണ്ട്, അതൊക്കെ ഒന്ന് തട്ടി അതിൻ്റെ തൊട്ട് മുകളിലാണല്ലോ കുപ്പികളൊക്കെ വെക്കുന്ന സ്ഥലം. അപ്പം അവിടെയും കൂടി അങ്ങനെ ക്ലീൻ ആക്കാന്ന്, എന്നിട്ട് പിന്നെ അടി ശരിയാക്കുന്നതല്ലേ നല്ലത്. ആദ്യം മുകളിൽ നിന്ന് ശരിയാക്കിയിട്ട് പിന്നെ അടിഭാഗം ശരിയാക്കാം. അല്ലെങ്കിൽ പിന്നെ ഗ്യാസ് ക്ലീൻ ആക്കിയിട്ട് പിന്നീട് നമ്മൾ മുകളിലതാക്കുമ്പോൾ വീണ്ടും അടിയിലൊക്കെ പൊടിയാകും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ആദ്യം മുകളിലത്തത് അങ്ങോട്ട് ക്ലീൻ ആക്കാന്നുള്ളത്. അപ്പോൾ ആവശ്യമില്ല കുപ്പിയും കുറ്റികളൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള കുപ്പിയും കുറ്റികളൊക്കെ കളയണം. അപ്പോൾ ഞാൻ അവിടുത്തെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് മാറാലൊക്കെ ഒന്ന് തട്ടി പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് തുടച്ചും കൂടി ഇരിക്കണം കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയും അട്ടക്കരിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ കുപ്പികളും കൂടി ഒന്ന് തുടച്ചെടുക്കണം. അപ്പം എല്ലാതൊന്നും കഴുകണില്ല, കാരണം വെയിലിന് വലിയ സുഖമൊന്നുമില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഇനി എല്ലാ കുപ്പികളൊന്നും ഒഴിച്ചിട്ട് കഴുകാം. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് കുപ്പിത്തത് ഇങ്ങനെ കഴിയുമ്പോൾ വേറൊന്ന് പൊട്ടിച്ചിടുന്നതിന് മുന്നായിട്ട് കേക്ക് വൃത്തിയാക്കലൊക്കെ ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ പുറത്തത് മാത്രം ഞാൻ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ച്. തീ പിടിപ്പിച്ചാലൊക്കെ പകത്തായതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം പുകയും ഒക്കെ ആളിയിട്ട് അങ്ങനെയാണ് ഈ പെട്ടെന്ന് പൊടി പിടിക്കുന്നത്. അപ്പം നമുക്ക് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ കുപ്പികളൊക്കെ തുടച്ച് വീണ്ടും തിരിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളിവിടെ തുടച്ചിട്ട സ്ഥലമൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടി വീണ്ടും അതേപോലെ തിരിച്ചെടുത്ത് വെക്കുകയാണ്. ഉപ്പും പഞ്ചസാരയൊക്കെ ഞാൻ ഈ വീതൻ്റെതായി ഈ ഭാഗത്താണ് കേട്ടോ വെക്കൽ. അവിടെയൊക്കെ പാകപ്പൊടി ആയതുകൊണ്ട് തൽക്കാലികം ഓല് രണ്ടാളും ഇവിടെ തന്നെ ഇരിക്കട്ടെ. അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മാറ്റിയേക്കാന്ന് വിചാരിച്ച് ഓലേൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പാത്രങ്ങളല്ല കുപ്പികളൊക്കെ വെക്കണ സ്ഥലം ക്ലീനായി കിട്ടിയിരിക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പരിപാടികൾ നോക്കാം. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ. മുകളിൽ നിന്ന് അത്യാവശ്യം പൊടിയൊക്കെ ഇങ്ങോട്ട് തട്ടിയിട്ടിരിക്കണമല്ലോ. അപ്പം ഇനി ഇതും ഒന്ന് ക്ലീൻ ആക്കിയിരിക്കട്ടെ.
അപ്പോൾ ഷീറ്റ് മാറ്റിയപ്പോഴാണ് അവിടെ പൂപ്പൽ പോലെ കണ്ടത്. അപ്പോൾ പിന്നെ നല്ലോണം തുടച്ചൊന്ന് വൃത്തിയാക്കിയാം എന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഗ്യാസും കുറ്റിയും പൊടിയേണ്ടത്. ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അതിൻ്റെ ബാക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കാൻ തോന്നും. അപ്പോൾ അവിടെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ താരത്തെ പുറത്തെടുക്കുന്നത് കേട്ടോ. രാവിലെ മക്കൾ അൺബോക്സ് ചെയ്ത് വെച്ച സാധനമല്ലേ അതിനെ. അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ വാൾപേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വാൾപേപ്പർ നല്ലതാത്ത വാൾപേപ്പർ എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. ഒന്ന് സ്ലിപ്പായതാടോ നിങ്ങൾ, കുറേ ആൾക്കാർ എന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ മുമ്പ് വാൾപേപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വർഷത്തിലധികമായി. അപ്പം അന്ന് കുഞ്ഞുട്ടി ഉണ്ടായിട്ടോ ഒട്ടിക്കാൻ കൂടാൻ. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റും, ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുക്കാണ്ട് ചെയ്തിട്ടുണ്ടായിന്. അതിനിങ്ങനെ നേരെ ഒരു വര ഉണ്ടായിരുന്നു ബ്ലാക്ക് കളറിൽ. അപ്പോൾ അതിന് നേരെ അങ്ങോട്ട് മുറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഒരു ഇത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ അടിക്കണം മടക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഫസ്റ്റിൽ ഒന്ന് ഒട്ടി ശരിയാക്കി എടുക്കാനാണ് കേട്ടോ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആ ഫ്ലോയിൽ അങ്ങനെ അങ്ങോട്ട് ശരിയായി പോയിക്കോളും. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, ഫസ്റ്റ് ഒട്ടിക്കുമ്പോൾ കൊളാകുമോ, ഞാൻ ഒട്ടിച്ച് കൊളാക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. കുഞ്ഞുട്ടില്ലാതെ ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം കുഞ്ഞുട്ടി കഴിഞ്ഞിട്ടോ കൂടി തന്നിനിയത് മുമ്പ് വാൾപേപ്പർ ഒട്ടിച്ച സമയത്ത്. അപ്പം ഞാനേതായാലും നല്ലോണം പേടിയുണ്ട് കേട്ടോ എനിക്ക്. നിങ്ങളെല്ലാവരും കണ്ടു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല പേടിച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ഉഷാറായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡൊക്കെ ഇങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും കോണൊക്കെ ആക്കിയാണ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേന്നുണ്ട് നമ്മൾ വാങ്ങിയ വാൾപേപ്പർ. അപ്പം മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തേന്നു. ഇത് കുറച്ചൊക്കെ ഒരു കട്ടിയുള്ളതാണ് കേട്ടോ. ഇത് 2 സെറ്റാണ് വരുന്നത്. അപ്പോൾ അതിന് 273 രൂപ അങ്ങാണ്ടാണ് കേട്ടോ ആയത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അതുണ്ട്. അപ്പോൾ ഈ വാൾപേപ്പർ വാങ്ങിയ സമയത്ത് 130 എത്രയോ സംതിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഇത് ഒട്ടിച്ചിട്ടിപ്പോൾ ഒരു വർഷത്തിലധികമായിട്ടുണ്ടാവും. കാരണം ജനുമോനെ പ്രഗ്നൻ്റ് ആയി 4-ാം മാസമൊക്കെ ആയ സമയത്താണ് ഞാനും കുഞ്ഞുട്ടിയും കൂടി ചേർന്നിട്ട് ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒട്ടിക്കാൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടേനി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ എങ്ങനെ ആയിട്ട് ചുക്കിച്ചുളിഞ്ഞും ഒക്കെ ഇനി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഒട്ടിച്ച് വലിയ പരിചയമൊന്നുമില്ല, ഇനി അങ്ങനെയാണ് ഒട്ടിച്ചതാണല്ലോ. അപ്പോൾ അതാ ഈ ഒരു കുറച്ച് സ്ഥലത്ത് പോയത് അവിടെ ഒരു ചെറിയ പീസ് ഞാൻ ഒട്ടിച്ച് വെച്ചതിന് കേട്ടോ. നമ്മുടെ ജനുമോൻ ഇപ്പം നടക്കൽ തുടങ്ങിയപ്പോൾ പിടിച്ചടക്കുമല്ലോ, അങ്ങനെ പിടിച്ച് ഓൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് അത് പറിച്ചിട്ടതാണ് കേട്ടോ. അങ്ങനെ പറിച്ചിട്ട ആ സ്ഥലത്ത് പിന്നെ പശൻ്റെ ആ ഒരു ഇതൊന്നും കാണൂല കേട്ടോ, അങ്ങനത്തതൊന്നുമില്ല. അവിടെ പെയിൻറ് പോയതാണ് കേട്ടോ നിങ്ങളാ കാണുന്നത്. അപ്പം നമ്മളെ വീട്ടിലൊക്കെ വരുന്നില്ലേ, പുതിയ ഫ്രിഡ്ജൊക്കെ വാങ്ങിയോ എന്ന് ചോദിക്കും. ഈ വാൾപേപ്പർ ഇത് മുട്ടിച്ചതിന് ശേഷം ആ ഒരു നല്ലൊരു ഭംഗി എപ്പോഴും അതിൻ്റെ ആ ഒരു തിളക്കം പോവാതെ നല്ല ആ ഒരു കളറിൽ തന്നെ ഫിനിഷിങ്ങിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തുടച്ചൊക്കെ കൊടുക്കും, അതിനൊന്നും വിഷയമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. 139 റുപ്യക്കൊന്ന് വാങ്ങിയത് മെച്ചം ഒക്കെ ആയിക്കണ്. പക്ഷേ നമ്മുടെ അതേ വാൾപേപ്പർ ഞാനിവിടെ മഞ്ചമ്മൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. അതിൻ്റെ മുകളിലത്തെ ഈ കോട്ടിങ് ഇതേപോലെ പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതിൻ്റെ മക്കളെ പരിക്കൊണ്ടാണ് കേട്ടോ. ഓല് ഇതിങ്ങനെ ഇടക്ക് പിടിച്ച് അതിൻ്റെ ഒരു തുമ്പ് കിട്ടി അതിങ്ങനെ പിടിച്ച് വലിച്ചാണ് ഈ കോലത്തിലായത്. ഇതിന് പറയും പോലെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള കോട്ടിങ്ങും അതിൻ്റെ അടിയിലായിട്ട് വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഉണ്ടായതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളാവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് നമ്മുടെ മഞ്ച ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഞാൻ ഇതിൻ്റെ മുകളിൽ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ ഉണ്ട്. അപ്പം ഇത് പിന്നെ നമ്മൾ ഡെയിലി തുടക്കുന്ന സ്ഥലമാണ് കേട്ടോ. മഞ്ച ഞങ്ങൾ ഫുഡ് കഴിക്കലും തുടക്കലും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ നമ്മളെ മേശയ്ക്ക് ഒട്ടിച്ച് വന്നപ്പോഴേ മേശ ചെറുതായ പോലെയൊക്കെ തോന്നുക. കാരണം 4 സൈഡിലും മറ്റേത് കുറേ ഇങ്ങനെ തൂങ്ങി ഒക്കെയാണല്ലോ നമ്മൾ മറ്റേ ഷീറ്റ് വിരിക്കുമ്പോൾ ഉണ്ടാകുക. ഇതിനാകുമ്പോൾ സൈഡിൽ തൂങ്ങാനും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ടേബിൾ ചെറുതായ പോലെയൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ ഇതിന്ന് ഇത്രയും ബാക്കി ഉണ്ടായിന് കേട്ടോ. ഒരു റോളിൽ നിന്ന് തന്നെ നമ്മൾ മേശ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത്രയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ റോള് തൊട്ടിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ
ഫസ്റ്റില് വാൾപേപ്പർ മറ്റേ ഫ്രിഡ്ജ് മുട്ടിച്ചന്ന് ഒന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് തേഞ്ഞില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ രണ്ടെണ്ണം കോംബോ ഉള്ളത് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ അമ്മളി പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മേശ കുറച്ചൊരു ചെറുതാണല്ലോ. ഈ ഗ്യാസ് വെച്ച് അതിനെക്കാട്ടിലും കുറച്ചും കൂടി നീളമുള്ളൂ. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയും ഉണ്ടായിട്ടുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ മഞ്ചിയും കൂടി ഒട്ടിക്കാം. പക്ഷെ ഇന്ന് നടക്കൂല കേട്ടോ. ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ബാക്കി കുറച്ച് പണികളുണ്ട് ബാക്കി. അപ്പോൾ അതാ ഫാന് ക്ലീൻ ചെയ്യണം എന്നും കൂടി വിചാരിച്ചിരിക്കുന്നു കേട്ടോ. ഈ ഒരു ഫാനും ഇവിടെ വേറൊരു ഫാൻ. ഈ ഫാനിന് നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലായിടത്തോളം പൊടി മുഴുവനും ആവാഹിച്ച് അകത്താക്കി വെച്ചിരിക്കണം. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം നമുക്ക്. നമ്മൾ അടുക്കളയിലത്തെ ലൊട്ടിലൊടുക്ക് പണികൾ കഴിയണ വരെ ജനിക്കുട്ടൻ ഉറങ്ങി കേട്ടോ. പക്ഷെ ഫാനുമൊക്കെ തിരിഞ്ഞപ്പോഴേക്കും ആൾ എണീച്ചിട്ടുണ്ട്. ജനിമോന് വീഡിയോ എടുക്കാൻ അയക്കുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി വീഡിയോനെ പറ്റി വലിയ ഇതൊന്നും ആൾക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ക്യാമറ എവിടെയൊക്കെ വെച്ചാൽ അത് ഓരെത്തനോടത്തൊക്കെ ആണെങ്കിൽ പിടിച്ച് വലിക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ദൂരത്ത് വെച്ച് കണക്കെടുക്കണമെങ്കിൽ വീഡിയോ എടുക്കണമെന്നൊന്നും ആൾക്ക് ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആക്കാനായിട്ടില്ലല്ലോ. പിന്നെ ഞാനെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എൻ്റെ പിന്നാലെ ഇതേപോലെയൊക്കെ ഉണ്ടാവുമോനെ. ഇപ്പൊ മുട്ടി പോണത് ആ ബക്കറ്റ് വല്ല എന്തെങ്കിലും കാട്ടാൻ പറ്റുമോ നോക്കാനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാന് ക്ലീൻ ആക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വല്ല ഇതിൻ്റെ ആ സുന ഇട്ടുകാണ്ട് ഇതൊന്ന് ഫിറ്റാക്കി വെക്കട്ടെ കേട്ടോ. ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഊരാൻ എളുപ്പം വെക്കിട്ടോ. പക്ഷെ ഇടാൻ ചില സമയത്ത് ഞാൻ കുറേ ശ്രമിച്ചിട്ട് ഞാൻ കൂടെ പറ്റായി ഞാൻ പിന്നെ അവിടെ എടുത്തേക്കും കുഞ്ഞുട്ടി വന്നിട്ട് നേരാക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്നിപ്പോൾ ഞാനൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. ഇന്നും ഞാൻ കുറേ സമയം മെനക്കിട്ടു കേട്ടോ. എന്നിട്ടാണ് അതൊന്ന് ശരിയായി കിട്ടിയിട്ടുണ്ടായിനിയത്. മൊത്തത്തിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. അത് അയിമൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതതിൻ്റെ ആ എടിയിലും കിട്ട് അത് കുടുങ്ങി കിട്ടാൻ കുറച്ച് പണിയാണ്. അതൊന്ന് കുടുങ്ങി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്ക്രൂ ഒന്ന് മുറുക്കി കൊടുത്താൽ നമ്മുടെ ഫാനിന്റെ പരിപാടി കഴിയോട്ടോ. നമ്മുടെ ഫാനിന്റെ ഒരു ചുരുക്കമൊക്കെയാണ് ഈ കോലത്തിൽ നിന്ന് നമ്മുടെ ഫാൻ ഈ കോലത്തിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല സുന്ദര കുട്ടപ്പനായി വീഗാടൊക്കെ തല തിരിഞ്ഞു നിൽക്കണ്. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തല തിരിച്ചൊന്ന് നോക്കിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ ഇനി നമ്മുടെ ഫാന് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഫാനിന്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചാടി പോകാൻ സാധ്യത ഉണ്ട്. നമ്മുടെ ജനുമോനെ ഇപ്പം പിടിച്ചടക്കൽ തുടങ്ങിയപ്പോൾ എന്ത് ചെറിയ സാധനത്തിലും പോയിട്ട് അങ്ങോട്ട് പിടിച്ചോണ്ട് കയറലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനത് ഒന്ന് കെട്ടിയിടുന്നതാണേ. ഇനി നമുക്ക് അടുത്ത ഫാന് നന്നാക്കി എടുക്കണം. അപ്പോഴാണ് ഇവിടെ ബോർഡുമേ എഴുതിയിട്ട് സാധനങ്ങളൊന്ന് മായ്ച്ച് കളയാന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊന്ന് മായ്ച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാന് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പം ഈ മൂപ്പരെ ഞാൻ ഇവിടുന്ന് അയച്ചിട്ടില്ല കേട്ടോ. ഈ മൂപ്പര് കുറച്ചേ തല തെറിച്ച സാധനമാണ്. ഇന്നാളിപ്പോൾ ഇവിടുന്ന് ചാടാനൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കുഞ്ഞുട്ടി എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ മൂപ്പരെ ഉറപ്പിച്ച് വെച്ചിക്കാണ്. ചിലപ്പോൾ ഞാനത് ഊരിയെടുത്താൽ ചിലപ്പോൾ അതേപോലെ തിരിച്ചു വെക്കാൻ എനിക്ക് വെയ്ക്കണുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ റിസ്ക് എടുക്കാനാവില്ല. അവിടെ തന്നെ വെച്ചിട്ട് പൊടി കൊണ്ട് തോത്തി തുടച്ചെടുക്കാം എന്ന് വിചാരിച്ച്. അപ്പൊ ഇതിന് ഭയങ്കര ഒച്ചയാണ് കേട്ടോ. കാറ്റ് കമ്മിയാണ്. പക്ഷെ മറ്റേ ഫാന് ഒച്ച കുറവാണ്, ഭയങ്കര കാറ്റാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പൊടീൻ്റെ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ 2 ഫാനും ക്ലീൻ ചെയ്തെടുക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. പിന്നെ നമ്മൾ പറയുമല്ലോ ഒന്ന് ചീഞ്ഞ മറ്റൊന്നിന് വളമാണ് എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസുമ്മ ഇട്ട ഷീറ്റില്ലേ, അത് ഞാൻ അവിടുന്ന് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഷീറ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. നമ്മുടെ പാത്രം കഴുകണ സ്ഥലമല്ലേ, അവിടെ വേറൊരു പച്ച ഷീറ്റ് അത് ഇതേപോലെ മുന്നേ ഞാൻ അവിടുന്ന് ഒഴിവാക്കിയതായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ഒഴിവാക്കിയത് ഞാൻ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഞാൻ ഇതിമ്മ അങ്ങോട്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ബാക്കി വാൾപേപ്പർ വെച്ചിട്ട് മഞ്ചം ഒട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടേനു. പക്ഷെ സമയം ഒരുപാടായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തോടുകൂടി മതി. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ എടുക്കാലോ.
അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഒട്ടിച്ച ഈ വാൾപേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള വാൾപേപ്പർ ആണ്. വാൾപേപ്പർ നമ്മൾ ഓർഡർ ചെയ്യണ സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ഓർഡർ ചെയ്യണം. കാരണം പേപ്പർ പോലത്തെ ടൈപ്പ് ഉണ്ടാവും. അതാവുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഉണ്ടാവും. ഇത് ഞാൻ വാട്ടർ പ്രൂഫ് ആണ് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് തുടച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതേപോലത്തെ ഗ്യാസിൻ്റെ ഏരിയകളിലോ പിന്നെ സിങ്കിൻ്റെ ഏരിയയിലൊക്കെ ഒട്ടിക്കാനൊക്കെ ഉഷാറാണ്. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ അയച്ചു തരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും. ബൈ ബൈ.